ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് വിഷ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഷിയ വേഴ്സസ് സുന്നി എന്ന് പറയപ്പെടുന്ന ഈ രണ്ട് വിഭാഗം ആൾക്കാരും എന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം വലിയ ശത്രുക്കളായത്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും അറിയാത്തവർക്ക് ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്ന് പോലും പലർക്കും അറിയില്ലായിരിക്കും. അപ്പോൾ എനിക്കും തുടക്കത്തിൽ അറിയില്ലായിരുന്നു. ഇസ്രായേൽ വേഴ്സസ് പാലസ്തീൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു യുദ്ധം വന്നപ്പോൾ എന്തുകൊണ്ടാണ് അറബ് നേഷൻസ് എല്ലാം ഒരുമിച്ച് നിൽക്കാത്തത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് വന്നു. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് അറബ് നേഷൻസ് പലരും അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു കാരണം മനസ്സിലായത്. അതായത് ഷിയ വേഴ്സസ് സുന്നി, അതായത് മിഡിൽ ഈസ്റ്റിൽ പകുതി അറബ് നേഷൻസ് ഷിയ ആൾക്കാരും അതുപോലെ തന്നെ പകുതി അറബ് നേഷൻസ് സുന്നി എന്ന് പറയപ്പെടുന്ന ആ വിഭാഗം ആൾക്കാരുമാണ് ഉള്ളത്. ഇവർ തമ്മിൽ ഏറ്റവും വലിയ ശത്രുക്കളായാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണ്? അതായത് രണ്ടുപേരും ഇസ്ലാം മതത്തിലുള്ളവരാണ്, പക്ഷെ ഇവർ തമ്മിൽ ഇത്രമാത്രം ശത്രുത വരാനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രണ്ട് വിഭാഗമായി പിരിഞ്ഞത്? അതുപോലെ തന്നെ ഇവർ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശത്രുക്കൾ? ഇന്നും ഇവരുടെ പൊസിഷൻ എന്താണ്? ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമ്മളത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഈ രണ്ട് വിഭാഗമായി പിരിഞ്ഞ് എന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ കാലഘട്ടങ്ങൾ ഇസ്ലാം എന്ന് പറയപ്പെടുന്ന ഒരു ഒറ്റ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയത്. ഇത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ആയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 632 AD, അപ്പോൾ ആ ഒരു സമയത്ത് പ്രോഫറ്റ് മുഹമ്മദ് മരിക്കുന്നു. അപ്പോൾ പ്രോഫറ്റ് മുഹമ്മദ് മരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് അടുത്ത അവകാശി ആരാന്നുള്ള കാര്യം, അതായത് ആ ഒരു ചെയറിലോട്ട് അടുത്ത വരാൻ പോകുന്ന ആരാന്നുള്ളത് വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആൺമക്കളാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് അടുത്ത ആര് വരും എന്നുള്ളത് വലിയൊരു തർക്ക വിഷയമായി മാറി. അപ്പോൾ പ്രോഫറ്റ് മുഹമ്മദ് ആണെങ്കിൽ മരണസമയത്ത് അടുത്ത ആരാണ് അവകാശി എന്നുള്ള കാര്യം ആരുടെ അടുത്തും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു, അതായത് പ്രോഫറ്റ് മുഹമ്മദിന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ കസിൻസോ മരുമോനോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കണം അടുത്ത സക്സസറായി വരേണ്ടത്. പക്ഷെ മറുഭാഗത്തുള്ള ആൾക്കാർ പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ആ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും അറിയുന്നവരും അതുപോലെ തന്നെ ഇസ്ലാം ആരുടെ കൈ കിട്ടിയാലാണോ കൂടുതലും വളരുന്ന അവരായിരിക്കണം അടുത്ത അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാരും പറഞ്ഞു. പ്രോഫറ്റ് മുഹമ്മദിന്റെ കുടുംബക്കാരും ആയിരിക്കണം അടുത്തത് ആവണ്ടേ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഷിയ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഗ്രൂപ്പ്. അപ്പോൾ മറുവശത്ത്, അതായത് സക്സസർ ആവണമെങ്കിൽ ആരെങ്കിലും ഒരു യോഗ്യനുള്ള ആൾക്കാർ മതി എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു ഈ സുന്നി എന്ന് പറയപ്പെടുന്ന ഇവരെ. അപ്പോൾ ഇവിടെ നിന്നാണ് ചെറിയ ക്ലാഷസ് ആരംഭിക്കുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മെജോറിറ്റി കിട്ടിയത് ഈ സുന്നി എന്ന് പറയപ്പെടുന്ന ഈ ഒരു വിഭാഗം ആൾക്കാർക്കായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പുകാര് അവർക്ക് മെജോറിറ്റി കിട്ടിയതുകൊണ്ട് തന്നെ അവർ ഈ പ്രോഫറ്റ് മുഹമ്മദിന്റെ അടുത്ത സുഹൃത്തായ അബൂബക്കർ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന് അടുത്ത സക്സസർ ആയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതിനുശേഷം, അതായത് പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം അബൂബക്കറായി അടുത്ത അവകാശിയായി മാറുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവകാശിയായതിനു ശേഷം നാലാമത്തെ ഖലീഫായിട്ട് അലി എന്ന് പറയപ്പെടുന്ന അദ്ദേഹം ആ ഒരു ചെയറിലോട്ട് വരുന്നു. അപ്പോൾ ഈ അലി എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹം ആ ഒരു ചെയറിലോട്ട് വരാൻ വേണ്ടി മൂന്നാമത്തെയും രണ്ടാമത്തെയും ഖലീഫ് എന്ന് പറയപ്പെടുന്ന അവരെ കൊന്നതിന് ശേഷം, അതായത് അവരെ അസാസിനേറ്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു ചെയർ പിടിച്ചു പറ്റിയ എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു തർക്കം നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അതായത് ആരായിരിക്കും പവർ വരുന്നത്, അതായത് ഷിയ പിരിവിൽ നിന്ന് ഒരാളാണോ അല്ലെങ്കിൽ ഈ സുന്നി എന്ന് പറയപ്പെടുന്ന ഇവരുടെ ഭാഗത്തു നിന്നാണോ ആരായിരിക്കും പവർ വരുന്നത് എന്നുള്ള ഒരു കാര്യം വലിയ തർക്ക വിഷയമായിട്ട് വർഷങ്ങളോളം നീണ്ടുവന്നു. അങ്ങനെ ഈ അലി എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹം ആ ഒരു ചെയറിൽ വന്നതിന് ശേഷം 661 AD ആ ഒരു സമയത്ത് ഇവരുടെ ഈ തർക്കം നീണ്ടുപോയിക്കൊണ്ടേ ഇരുന്നുകൊണ്ട് തന്നെ ഈ അലി എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തെയും കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ നിന്നാണ് തുടങ്ങുന്നെങ്കിലും ഇതിന്റെ രൂക്ഷമാവുന്ന എവിടെയാന്ന് വെച്ചാൽ, അതായത് ബാറ്റിൽ ഓഫ് കർബാല എന്ന് പറയപ്പെടുന്ന ആ ഒരു ഈവന്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, അലി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ആ ഒരു പവറിലോട്ട് വന്നത് ആരായിരുന്നു എന്ന് വെച്ചാൽ, അതായത് ഉമ്മായത്ത് ഡൈനസ്റ്റി എന്ന് പറയപ്പെടുന്ന അവരായിരുന്നു പവറിലോട്ട് വന്നത്. അപ്പോൾ അവർ പവറിലോട്ട് വന്നതിന് ശേഷം, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് അവർ കൂടുതലും കറപ്റ്റ് ആണ്, അതുപോലെ തന്നെ അവർ അതായത് ഇസ്ലാമിനെ മേരായ രീതിയിലല്ല കൊണ്ടുപോകുന്നത് എന്ന്
കുറെ ആവശ്യപ്രകാരം അതായത് കുറെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വെച്ചിട്ട് 681 AD ആ ഒരു സമയത്ത് ഈ അലി എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ മകനായ ഹുസൈൻ ഒരു മാർച്ച് നടത്തുന്നു. അപ്പോൾ ഈ മാർച്ച് എവിടെ തൊട്ടാന്ന് വെച്ചാൽ അതായത് മെക്കാറ്റോ കർബാല എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്ഥലം വരെയാണ് ഈ ഒരു മാർച്ച് നടത്തുന്നത്. അപ്പോൾ ഈ കർബാല എന്ന് വെച്ചാൽ ഇന്നത്തെ ഇറാഖിലാണ് ആ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഒരു മാർച്ച് നടക്കുന്നു. അപ്പോൾ ഈ ഒരു മാർച്ച് തുടങ്ങി ആ ഒരു സ്ഥലത്തോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സുന്നി എന്ന് പറയപ്പെടുന്ന ഇവരുടെ ആൾക്കാർ ഇവരുടെ ആർമി ഇവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ഇവർ തമ്മിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ അവിടെ ബ്രേക്ക് ആവുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമായിട്ട് ഏകദേശം 10 ദിവസം അതായത് ഒരു 10 ദിവസം ഒരു മെഗാ ഒരു വാർ പോലെ തന്നെ അത് നീണ്ടു നിന്നു. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും അങ്ങനെ പരസ്പര തർക്കമെല്ലാം നീണ്ടു നിന്നതിന് ശേഷം 10ാമത്തെ ദിവസമായപ്പോൾ ഈ അലി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മകനായ ഹുസൈനെ ഇവർ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഹുസൈനെ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ തല വെട്ടിയിട്ട് സുന്നി എന്ന് പറയപ്പെടുന്ന ഈ ഒരു ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ഒരു പുണ്യ സ്ഥലമായിട്ടും അതുപോലെ തന്നെ ഇവരുടെ മാക്സിമം ഈവന്റ് എല്ലാം നടക്കുന്നത് ഡമാക്കസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലാണ്. ആ ഒരു സിറ്റിയിലോട്ട് ഇദ്ദേഹത്തിന്റെ തല കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്നതിന് ശേഷം അവിടെയുള്ള സുന്നി ആൾക്കാരെല്ലാം തന്നെ ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെ അതായത് അവരുടെ ഒരു വിക്ടറി പോലെ തന്നെ അവരവിടെ ആഘോഷിക്കുന്നു. അപ്പോൾ ഈ ഹുസൈൻ എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ കൊലയ്ക്ക് പിന്നിൽ വേറൊരു കാരണവും കൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹുസൈൻ എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹം ആ പ്രോഫറ്റ് മുഹമ്മദിന്റെ അതേ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഉമായിദ് ഡൈനസ്റ്റി എന്ന് പറയപ്പെടുന്ന ഇവരാണെങ്കിലോ അതായത് ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി അതായത് ഇസ്ലാമിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവര് വിചാരിക്കുന്നു അതായത് ഈ ഹുസൈനെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ അടുത്ത ഇവരുടെ ആ ഒരു ഭരണത്തിന് ഒരു ചോദ്യചിഹ്നമായി മാറും. അതായത് ഹുസൈൻ അവരുടെ ത്രോൺ പിടിച്ചു പറ്റുമല്ലോ എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇദ്ദേഹം കൊലപ്പെടുത്തിയത് എന്ന് പലരും പിന്നീട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് തെറ്റി. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷിയ എന്ന് പറയപ്പെടുന്ന ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് ഈ ഹുസൈനെ കൊലപ്പെടുത്തിയ ആ ഒരു സ്ഥലം ഇവരുടെ ഒരു പുണ്യ സ്ഥലമായി കരുതുകയും അതിനുശേഷം ആ ഒരു ദിവസം അതായത് എല്ലാ വർഷവും ആ ഒരു ദിവസമാകുമ്പോൾ ഈ ഷിയ എന്ന് പറയപ്പെടുന്ന ഇവരുടെ ഒരു കലണ്ടറിൽ ഒരു ഇമ്പോർട്ടന്റ് ഈവന്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു വർഷം തൊട്ട് തന്നെ ആ ഒരു ദിവസം വരുമ്പോൾ അവരുടെ അതായത് ഈ ഷിയ ആൾക്കാർ എല്ലാവരും തന്നെ ഈ ഹുസൈന് ട്രിബ്യൂട്ടും നൽകും. അപ്പോൾ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് സദാം ഹുസൈന്റെ വളർച്ച വരികയും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഷിയ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിലെ ആൾക്കാർക്കെല്ലാം തന്നെ കൂടുതലും അതായത് അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ അവർ കൂടുതൽ രാജ്യത്തോട്ട് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് അമേരിക്ക അതിൽ അതായത് സദാം ഹുസൈനെ എങ്ങനെയും ഒഴിക്കണം എന്ന് മനസ്സിലാക്കി അവരെ അതിൽ കൃത്യമായി അതായത് ആ ഒരു സിവിൽ വാർ നടക്കുന്ന സമയത്ത് അതായത് സിറിയ, ലെബനൻ, ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഒരു സിവിൽ വാർ നടക്കുന്ന സമയത്ത് അവർ സദാം ഹുസൈനെ അവർ കൊന്നുകളയുകയും അതിനുശേഷം അതായത് ആ ഒരു രാജ്യത്തെല്ലാം തന്നെ കൂടുതലും ഷിയ ആൾക്കാരുടെ ആധിക്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് അമേരിക്ക അതിൻ്റെ കൂടെ തന്നെ അവർ ഇൻവോൾവ് ചെയ്ത് അത് കൂടുതലും സുന്നി എന്ന് പറയപ്പെടുന്ന ഈ ഒരു വിഭാഗത്തിന് സാധകമായി മാറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു വിമർശനം ഇന്നും ഷിയ എന്ന് പറയപ്പെടുന്ന ആ ഒരു ആൾക്കാരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് സദാം ഹുസൈനെയും അതുപോലെ തന്നെ ഇന്നത്തെ ഇറാനെയും ഏറ്റവും കൂടുതൽ അമേരിക്ക വെറുക്കാനും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഈ ഒരു ക്ലാഷസ് വളരാനും അമേരിക്കയും ഒരു പ്രധാന കാരണമായി മാറി എന്ന് പറയപ്പെടുന്നു. അതായത് അമേരിക്ക കൂടുതലും ഈ സുന്നി എന്ന് പറയപ്പെടുന്ന ഇവരെയാണ് ഇന്നും അന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ ഇന്നും അന്നും ഈ സുന്നി വേഴ്സസ് ഷിയ എന്ന് പറയപ്പെടുന്ന ഇവർ തമ്മിലുള്ള ക്ലാഷസ് മിഡിൽ ഈസ്റ്റിൽ ആദ്യ വർഷങ്ങളിലോട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു പ്രധാന സ്റ്റേജിലാണ് അതായത് സൗദി അറേബ്യ വേഴ്സസ് ഇറാൻ എന്ന് പറയപ്പെടുന്ന അവർ തമ്മിലുള്ള ഒരു കോൾഡ് വാർ പോലെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സൗദി അറേബ്യ എന്ന് പറയപ്പെടുന്ന ഇവര് സുന്നി വിഭാഗത്തിൽപ്പെട്ടതാണ്, എന്നാൽ ഇറാൻ എന്ന് പറയപ്പെടുന്ന ഇവര് ഷിയ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഇവരാണെങ്കിൽ അതായത് ഇറാനെ എങ്ങനെയും വളരാൻ വിടാതെ അവർ കൂടുതലും അതായത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യമായി മാറണം എന്ന് ഇന്നും സൗദി അറേബ്യ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അവർ കൂടുതലും ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇറാൻ എന്ന് പറയപ്പെടുന്ന അവരാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ എല്ലാം ഡെവലപ്പ് ചെയ്ത് മിഡിൽ ഈസ്റ്റിൽ ഷിയ എന്ന് പറയപ്പെടുന്ന അവരുടെ ആയിരിക്കും കൂടുതൽ ഇൻഫ്ലുവൻസ് വേണം എന്ന് കരുതി അവരും അവരുടെ രീതിയിലെല്ലാം തന്നെ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് അതായത് ഇസ്രായേൽ വേഴ്സസ് പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു യുദ്ധം നടക്കുകയാണെങ്കിലും എല്ലാ ആൾക്കാരും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇറാൻ ഡയറക്റ്റ് ആയിട്ട് പാലസ്തീനെ അനുകൂലമായി നിൽക്കുമ്പോൾ അവരെ അനുകൂലം നിൽക്കുകയാണെങ്കിൽ അതായത് ഷിയ വേഴ്സസ് സുന്നി എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രശ്നം നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് പല സുന്നി വിഭാഗത്തിലുള്ള പല അറബ് രാജ്യങ്ങളും മുന്നോട്ട് വരാത്തെ എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം അതായത് ഇങ്ങനെയാണ് ലോകം മുഴുവനും ഷിയ വേഴ്സസ് സുന്നി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇന്ന് ഇത്രയും വലിയൊരു ഘട്ടത്തിലോട്ട് വരികയും ചെയ്തത്. അപ്പോൾ ഇതിൽ അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തർക്കം എന്താണെന്ന് വെച്ചാൽ അതായത് മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ ആണോ അല്ലെങ്കിൽ ഇറാൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഒരു അതായത് അറബ് രാജ്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ഒരു ശത്രുക്കളുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെന്റ് ഡേയ്സ് ആയിട്ട് അതായത് ഇവർ തമ്മിൽ ഒരു പരസ്പര റിലേഷൻ കൊണ്ടുവരാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം വിജയിക്കും എന്നറിയില്ല.
അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ അതായത് പല ഡോക്യുമെന്റിലും പല കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്തടുത്ത ഡോക്യുമെന്റ് വായിക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളെല്ലാം മിസ്സായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് എല്ലാ ഡോക്യുമെന്റിലും പൊതുവെ അതായത് കോമൺ ആയി കിട്ടുന്ന ഏതാണോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയി മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.